ഹായ്, നമസ്കാരം. അങ്ങനെ ഓണത്തിൻ്റെ രണ്ടാമത്തെ സിനിമയും റിലീസായിരിക്കുകയാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ്. സൂപ്പർ. നിങ്ങൾക്ക് വൃത്തിയായിട്ട് ചിരിക്കണോ? ഈ സിനിമ കാണാൻ പോയിക്കോ. തൊടു തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾക്ക് ചിരിക്കാനുള്ള വക ഈ സിനിമയിലുണ്ട്. പിന്നെ ഈ ഓണത്തിന് എനിക്ക് തോന്നുന്നു ഈ പടം തന്നെ തൂക്കിയെന്നാണ്. നല്ല പടം, നൈസ് മൂവി. ചെറിയ പടമാണ്, പക്ഷെ എന്നാൽ വലിയ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പടം, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാസ്റ്റിലേക്ക് പോവാണ്. ഗിരീഷ് ഷേഡിയാണ് ഇതിൻ്റെ ഡയറക്ടർ. മുന്നത്തെ ഗിരീഷ് ഷേഡി പടങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന ഗിരീഷ് ഷേഡിയും ഉണ്ട്, പിന്നെ കിരൺ ജോഷി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനും ഉണ്ട്. അവരാണ് ഇത് എന്താ പറയുക, തിരക്കഥ സംഭാഷണം എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസർമാർ ഭാവന സ്റ്റുഡിയോസിൻ്റെ ബാനറിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫഹദ് ഫാസിൽ വരുന്നുണ്ട്, ദിലീഷ് പോത്തൻ വരുന്നുണ്ട്, ശ്യാം പുഷ്കരൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് വിഷ്ണു വിജയ് എന്ന് പറയുന്ന പയ്യനാണ്. കുഴപ്പമില്ല, നന്നായി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇൻ്റർവൽ പഞ്ചിന് മുന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആരും ഒന്ന് പ്രേമിച്ചു പോവും ആ മ്യൂസിക്കൊക്കെ ഒന്ന് കേട്ട് കഴിഞ്ഞാൽ. കുഴപ്പമില്ല, നല്ല മ്യൂസിക് ആയിട്ടുണ്ട്. കുഴപ്പമില്ലാത്തതാണ്, നല്ല പ്രതിഭയുള്ളൊരു താരമാണ്, വളർന്നു വരട്ടെ. പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അജ്മൽ സാബു, എഡിറ്റർ അശോക് ജോസഫ് വർഗീസ്, അങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കാസ്റ്റിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നായകന്മാരായിട്ട് നിവിൻ പോളിയും മമിത ബൈജുവാണ്. എനിക്ക് തോന്നുന്നു മമിത ബൈജുവിൻ്റെ പ്രേമലുവിന് ശേഷം അഭിനയിക്കുന്ന ആദ്യത്തെ മലയാളം മൂവിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനി ആയിരിക്കണം. പിന്നെ ഇതിൻ്റെ ബാക്കി ആക്ടേഴ്സ് എന്ന് പറയുന്നത് സംഗീത് പ്രതാപൻ, അബ്രഹാം രാധാകൃഷ്ണൻ, സൃന്ദ, റോഷൻ ശ്രീനിവാസൻ, വിനീത് വിശ്വം, മീനാക്ഷി രവീന്ദ്രൻ, വിനയ് ഫോർട്ട്, ശ്യാം മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, പ്രേമലു സിനിമയിലെ നമ്മുടെ JK, അവൻ തന്നെ. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ സുരേഷ് കൃഷ്ണയുണ്ട്. പിന്നെ ഈ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമഡിക്കാണ് ഇതിൽ മെയിനായിട്ട് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. നല്ല ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് കാണാൻ പറ്റുന്ന പടം, നൈസ്, അങ്ങനെ തന്നെ പറയണം. കുഴപ്പമില്ല, നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. ഈ പടം കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, നിങ്ങൾക്കൊക്കെ പ്രേമിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു പടമാണ്, നൈസാണ്. പിന്നെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ആയിട്ട് തന്നെ കാണാം. ഇത് കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള കോമഡിയാണ്. നല്ല സ്റ്റാൻഡേർഡ് കോമഡി, നല്ല കൗണ്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഒരാളെ കളിയാക്കാനൊക്കെ ആയിട്ടാണെങ്കിൽ ഉപയോഗിക്കുന്ന കൗണ്ടറുകളൊക്കെ നല്ല രീതിയിൽ അതുകൊണ്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ഈ സിനിമ വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ ഞാനിതിന് കൊടുക്കുന്ന മാർക്ക് ഔട്ട് ഓഫ് 10 9 എനിക്ക് അത്രയ്ക്കധികം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക. ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്ത മൂവി വരുന്നവരേക്കും ബൈ.